പറയണം. കണ്ണൂർ ജയിലിൽ 940 തടവുകാലം. കോടതി വിധി 2 വർഷത്തേക്കാണ്. പക്ഷേ ജയിലിൽ നിന്നുള്ള രേഖയിലെ 9 മാസത്തെ തടവേ കാണുന്നുള്ള കൃഷ്ണേട്ടാ. ഇത് പറ്റി? അത് കഴിഞ്ഞപ്പോ ജയിലി ആടിയോ? അതൊരു കഥയാണ് മാഷെ. അന്ന് കണ്ടന്റ് സെല്ലിൽ കിടക്കുന്ന രൈരപ്പൻ നായനാർക്ക് ബീഡി എത്തിച്ചു കൊടുക്കലേ ഞാനും മുയ്യാരം പള്ളി അമ്പും പിന്നെ കടമ്പ കണാരനും കൂടിയാ. അതൊരു സൂത്രപ്പണിയാ. ഒടുവില് വാർത്ത മണം പിടിച്ച് കള്ളി പുറത്തായപ്പോ 3 ആൾക്കും പച്ചവെള്ളം തരണ്ടാന്ന് സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് പഴുക്കാച്ചൂരിലുണ്ടുള്ള പ്രയോഗം. ഒടുക്കം സഹി കെട്ടിട്ട് ഞങ്ങള് സെല്ലിന്റെ ഓട് പിടിച്ച് പുറത്ത് ചാടി. മധുര ചാടുന്നതിന് മുമ്പ് പിടി വീണു. പിന്നെ പറയണോ പൂരം, തല്ലി ജീവച്ചവൻ പോലെ ആയപ്പോ 3നെയും കൂടെ ഒരു വണ്ടിയിലെടുത്തിട്ട് കോയമ്പത്തൂർ കഴിച്ച് ബാക്കി ശിക്ഷ അവിടെയാ. ആ കൂട്ടത്തിലുണ്ടാവും കടലാസ്. ചൂടാറുന്നതിന് മുമ്പ് അത് കുടിച്ചോളൂ. സുഖം കോയമ്പത്തൂരായിരുന്നു പക്ഷേ ഇരുപുറം 2 ആള് നിന്നിട്ട് ഈ 2 കൈയും ചവിട്ടി അങ്ങോട്ട് പിടിക്കും. പിന്നെ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് കിറാന്ന് വാരിയിലൊടുന്ന ശബ്ദം. 1, 2 അല്ല മാഷേ, 9 എണ്ണ ചവിട്ടി പിടിച്ചത്. 9 എണ്ണം. കുറെ കാലം മുമ്പ ടി.ബി. സാഹിത്യോടത്തിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വന്നപ്പോ ചെന്ന് കണ്ടു. പെൻഷൻ കിട്ടുന്നില്ല, വേണ്ട, ചികിത്സക്ക് എന്തെങ്കിലും ഒരു തൽക്കാല സഹായം ആവണമെന്ന് അപേക്ഷിച്ചു. അപ്പൊ പകയെ ചിരിച്ചോണ്ട് ചോദിക്കുക, ബ്രിട്ടീഷ് പോലീസ് ഇടിച്ചിട്ട് തന്നെ ആ ചുമയുണ്ടായതെന്ന് തെളിയിക്കാൻ കയ്യില് രേഖ എന്തെങ്കിലും ഉണ്ടാവുമോന്ന്. ആരായിരുന്നു മന്ത്രി മുഖവൻ? ജോൺ വർഗീസ്. ബ്രിട്ടീഷുകാരന്റെ അടിയിൽ ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോഴും ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷേ. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ 2 കണ്ണും നിറഞ്ഞു പോയി. ഏയ്, ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല കൃഷ്ണേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ നമ്മൾ ശരിയാക്കും. May I come in, sir? Yes. Sir. അല്ല, താൻ കൃഷ്ണേട്ടനെ കൂട്ടി അസിസ്റ്റന്റ് കളക്ടർ കാണണം. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു ടച്ചിങ് മെമ്മോറാണ്ടം തയ്യാറാക്കാൻ ഞാനിതിൽ കുറിച്ചിട്ടുണ്ട്. കൊടുത്താൽ മതി. ഇനിയും വൈകിയാൽ ഞാൻ എത്തുമ്പോൾ മീറ്റിംഗ് കഴിയും. എനിവേ, എനിക്ക് ഇതിന്റെ റഫ് ഡ്രാഫ്റ്റ് നാളെ തന്നെ വേണം. രാവിലെ ദ ഫസ്റ്റ് തിങ് ഓൺ മൈ ടേബിൾ. സർ. അവരെന്തെങ്കിലും സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. പുതിയ ആളല്ലേ, ഇങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സ്പിരിറ്റ് ഉണ്ടാവും മിസ് മുഖർജിക്ക്. അല്ലോ? Oh my foot. Yes, speaking. Oh God, it's you again. One second. Yes, come in. ഇല്ല, വൈകില്ല. Sure. എല്ലാവരും എത്തിയോ? No. I have my car. Good morning, madam. Can't you see me talking? ഇല്ലല്ല, അതിനിടയ്ക്ക് ഇവിടെ വിസിറ്റേഴ്സിന്റെ ശല്യം. Hey, no props. Come on. Hey, no. പെട്ടെന്ന് ഒഴിവാക്കും. In seconds. Oh, that's great. Thank you. ഞാൻ പുറപ്പെടുന്നു. Yes. മാഡം, ഇത് തിരക്കിലാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ട, പിന്നെ ഒന്ന് കണ്ടോളാം. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. ഇദ്ദേഹത്തിന്റെ പെൻഷന്റെ കാര്യത്തിന് ഡീറ്റെയിൽസ് കളക്ടർ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ വാട്ട് ഐ ആം സപ്പോസ്ഡ് ടു ഡു.
ഇതാണ്. ഇത് വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ മാഡം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട്. സോറി, നോട്ട് നൗ. 12:30 എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ആൻഡ് ഐ ആം ഓൾറെഡി ലേറ്റ്. നാളെ ഒന്ന് കണ്ടാൽ മതി. ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്. അല്ല മാഡം, അപേക്ഷയുടെ റഫ് ഡ്രാഫ്റ്റ് നാളെ രാവിലെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു കളക്ടർ. സോ വാട്ട് ഡു യു തിങ്ക് ഐ ആം എ സ്റ്റെനോഗ്രാഫർ? യെസ്, യു വൺ. വെറും സ്റ്റെനോഗ്രാഫർ അല്ല, ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. നീ മാത്രമല്ല, മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധി അടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ്. ദാറ്റ് ഓഫ് എ ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. സർ, ഐ ഡിഡ്ന്റ് മീൻ ടു. പിന്നെ പറയണം, ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോ അയാൾ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ മാത്രം എന്തായിരുന്നു നിനക്ക് തിടുക്കം? കമോൺ, വാട്ട് വാസ് യുവർ പ്രീ ഓക്കുപേഷൻ? സർ, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നോർത്തേൺ സെക്ടറിലെ IAS വൈഫ്സിന്റെ ഒരു ക്ലബ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസിന് അവരെന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഓ യെസ്, കൂലങ്കഷമായ ചർച്ച. എന്തായിരുന്നു ടോപ്പിക്? അത് അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടല്ലോ, അല്ലേ? നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഭാര്യയുടെ പേർക്ക് 3ാമത്തെ ബംഗ്ലാവും പണിയിച്ചു തീർത്ത കമ്മീഷണർ സെക്രട്ടറിയുടെ വൈഭവത്തെ കുറിച്ച്, അതോ സിറ്റിയിലെ സാരിക്കമ്പോളത്തിലിറങ്ങിയ പട്ടിന്റെ പുതിയ വരവനങ്ങളെ കുറിച്ചോ? നോ സർ, ക്ലബിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി കോntestനെ കുറിച്ച്. യെസ്, there you are. ഐശ്വര്യ റായ് സുസ്മിത സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം. അതല്ലെങ്കിൽ ഒറ്റപ്പി സ്വിം സ്വീറ്റിന് തുളിക്കാനാവാത്തതെല്ലാം TV ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും ടേക്ക് എ സ്റ്റെപ്പ്, ഹിറ്റ് ദ ആപ്പിൾ, ഹിറ്റ് ദ ബീൻ എന്ന താളത്തിൽ വിളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ് അല്ലേ? സർ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വൈ? ബിക്കോസ് ഐ ഹേറ്റ് യുവർ പ്രെജുഡീസ്. അതെടി, ഐ എം പ്രെജുഡിസ്ഡ്. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സർ, ഹോൾഡ് യുവർ ടങ്. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. ബട്ട് ഡോണ്ട് ട്രൈ ടു ഡോർമാറ്റ് മീ. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. യെസ്, IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറു നിറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനിച്ച് ചാട്ടിയിറക്കി വിട്ടില്ലേ, ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. Stop! Stop your bloody rhetoric! Shut up, you. You! മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now you get lost. Seen sunny days that I thought would never end. I've seen lonely times when I could not find a friend. But I always thought that I'd see you again. So down on me, Jesus, you gotta help me make a stand. Just got to see me through. My body's aching, my time is at hand.
sorry, sir. Really, I'm sorry. Come on, tell me. എന്താണോ തനിക്ക് പറ്റിയത്? എവിടെയാണ് തനിക്ക് തെറ്റിയത്? Or to put it straight, what makes you a freak? I wish I had an answer. ഒരു പക്ഷെ പകയാവാം, ദേഷ്യമാവാം. Sounds funny. ഒറ്റപ്പാലത്തെ പ്രഖ്യാതമായ ആനക്കുട്ടിൽ തറവാടിന്റെ എടുത്താൽ പൊങ്ങാത്ത പാരമ്പര്യം, വൈസ്രോയുടെ കയ്യിൽ നിന്നും പട്ടും വളയും പദവിയും വാങ്ങിയ റാവ് ബഹദൂർ AK ശങ്കര മേനോൻ IFS അവരുടെ മകൾ ശാരദാ മേനോനിൽ ബംഗാളി IAS ഓഫീസർ ദീൻദയാൽ മുഖർജിക്ക് പിറന്ന ഒറ്റപുത്രി, IAS അക്കാദമിയിൽ നിന്നും ഫ്ലൈയിങ് കളേഴ്സിൽ പഠിച്ചിറങ്ങിയ മിടുക്കി, അടിച്ചു കോൺതിരിഞ്ഞ് ക്ലബിൽ കയറി കുന്തം പറഞ്ഞ് കൂത്താടാനും ഒടുവിൽ ഇപ്പോഴിങ്ങനെ കണ്ണീർ പൊഴിയാനും പാകത്തിൽ തനിക്ക് എവിടെയാണോ ജന്മം പിടിച്ചത്? What makes you so blue? ഇപ്പോഴീ പറഞ്ഞതെല്ലാം കഥയുടെ മനോഹരമായ പുറന്തോട് മാത്രമാണ് സർ. There's a stiff story in within. ഓരോ രാത്രികളിലും കുടിച്ച് ബോധം കെട്ട് ഓരോ പുതിയ ഗേൾഫ്രണ്ട്സിനൊപ്പം വീട്ടിൽ വന്ന് കയറിയിരുന്ന ഒരു അച്ഛൻ്റെ രൂപം. Can you imagine that? ആരോടും പരാതിപ്പെടാതെ, ഒരക്ഷരം പ്രതിഷേധിക്കാതെ, ഭർത്താവിനും ഒപ്പം വരുന്ന പെണ്ണിനും അത്താഴം വിളമ്പി വെച്ച്, പിന്നെ പൂജാമുറിയിൽ കയറി കഥ അടച്ച് വെളുക്കുവോളം വിധിയെ ശപിച്ച് കരയുന്ന ഒരമ്മ, അവരുടെ സാരിത്തുമ്പിൽ പിടിച്ച് വിതുമ്പി വിതുമ്പി എപ്പോഴും ഉറങ്ങിപ്പോകുന്ന മകൾ. Can you imagine that? പിന്നെ പിന്നെ അമ്മയ്ക്ക് ഭക്തി ഒരു ഒബ്സഷനായി, ഒരുതരം റെക്ലൂസ്, വിരക്തി. ഒക്കേറ്റിന് നടുവിൽ ഞാൻ തനിച്ച്. ഒടുവിൽ IAS എഴുതാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് വാശിയായിരുന്നു, അച്ഛനോടും അമ്മയോടും സർവരോടും. പക്ഷേ എല്ലാം നേടി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആരോട് വാശി തീർക്കാൻ? സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട് കൽക്കട്ടയിലെ ലോയ്ഡ്സ് റോഡിൽ 4ാമത്തെ വെപ്പാട്ടിയുടെ ഒറ്റമുറി ഫ്ലാറ്റിൽ ഒരു വശം തളർന്ന് പുഴുവരിച്ച് കിടക്കുന്ന ദീൻദയാൽ മുഖർജി എന്ന ജീവചൗത്തിനോടോ, അതോ ഇപ്പോഴും ഹരിദ്വാറിലും ബദറിയിലും പുണ്യസ്ഥലങ്ങളിലും മുജ്ജന്മ പാപങ്ങൾക്ക് മുക്തി തേടി അലഞ്ഞു തിരിയുന്ന എൻ്റെ അമ്മയോടോ? ആരോടും കണക്ക് തീർക്കാനില്ലാതെ വരുമ്പോൾ സ്വയം തോന്നുന്ന ഒരുതരം ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടല്ലോ. പിന്നെ അതുകൂടി മറക്കാൻ ഒരൊറ്റ വഴിയേ കണ്ടുള്ളൂ, ഫ്രീക്കാവുക. Now I think it's my turn to apologize. No, sir. You don't have to. Thank you. Sir? Now I am really afraid that I'm falling in. Sir? Sir? ഒരു കോളുണ്ട്. യെസ്, ജോസഫ് അലക്സിയ. ഞാൻ ഉടനെ എത്താം. അന്ന് ലഹള നടന്ന സ്പോട്ടിൽ നിന്നൊരു ബോഡി കണ്ടുകിട്ടിയത്രേ. കമാ. ഓ, ഈ ജനത്തിനെ കൊണ്ട് മടുത്തു സാർ. എവിടെ? വരണം സാർ. ബോഡി ആരുടേതാണെന്നെങ്കിലും? എവിടെന്ന്? ഇവിടെ ക്ലിയർ ചെയ്യുന്നതിനിടയ്ക്ക് ഫയർഫോഴ്സുകാർ ആദ്യം സാധനം കണ്ടത്. എക്സ്പ്ലോഷനും തീപിടുത്തവും ഒക്കെ കൂടെ ആയപ്പോ കരിഞ്ഞ് ചെതറി നാമാവശേഷമായി. പെട്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. മെയിലോ ഫീമെയിൽ? അത് അങ്ങനെ ആണോ പെണ്ണോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇനി ചിലപ്പോ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. ആകപ്പാട്. Any other lead? ഓ സർ. ഇത് ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാ. Don't open it. അതിനുള്ളിൽ ഫിലിം ഉണ്ടെങ്കിലോ? സോറി സർ, there is no film. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം.
അങ്ങനെ ഉള്ളിലൊന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്താൻ വരട്ടെ പ്രസാദ്. ചിലപ്പോ പിന്നീട് എന്തെങ്കിലും ഉണ്ടായാലോ? എനിവേ, കീപ് ദിസ് വിത്ത് യു ഇൻടാക്ട്. ഇത് മറ്റാരുടെയും കയ്യിൽ പെടാൻ പാടില്ല. സർ, സാർ, ഫോറൻസിക്കിൽ നിന്ന് ഫസ്റ്റ് റിപ്പോർട്ട് വന്നു. മറ്റേ മാൻ മിസ്സിംഗ് കേസിന്റെയും ഇതിന്റെയും ഡീറ്റെയിൽസ് മാച്ച് ചെയ്ത് നോക്കി. സാമ്യമുണ്ട് സാർ. സെക്സ് മെയിൽ, ഹൈറ്റ് അപ്രോക്സിമേറ്റ് 5'9", ഏജ് അപ്രോക്സിമേറ്റ് 27, കോംപ്ലക്ഷൻ ശരിയാണ് സർ. ബോഡിക്കരിയിൽ നിന്നും ഈ ക്യാമറ കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഇത് അയാളാകാനേ വഴിയുള്ളൂ. ഫോട്ടോ ജേർണലിസ്റ്റ് മധു. ബട്ട് ഹൗ? പ്രസാദ്, കീപ് ദിസ്. സാർ, ഈ മധു ഒരു സ്മാർട്ട് ഡാസ്ലിംഗ് ഫോട്ടോ ജേർണലിസ്റ്റ് ആണെന്നല്ലേ പ്രസാദ് പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചിടത്തോളം സർ, ഇയാൾ ഈ ലഹള സ്ഥലത്ത് എങ്ങനെ വന്നു പെട്ടു എന്നാണ് തന്റെ ഊഹം. കമ്മീഷണർ വളരെ സ്ട്രിക്റ്റ് ആയി പത്രക്കാർക്ക് പ്രവേശനം നിശ്ചയിച്ച സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഈ ബോഡി കിട്ടിയത്. സോ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മറ്റാർക്കും കിട്ടാത്ത ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് അല്ലേ? അതെ. അപ്പോ വേർ ഇസ് ദ ഫിലിം? ക്യാമറയ്ക്കുള്ളിൽ ഫിലിം ഇല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത് അയാൾ റൈറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ എനിക്ക്? ഫിലിം ഒരുപക്ഷെ ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ ആണോന്നില്ല, അങ്ങനെ ആയിക്കൂടുന്നുമില്ല. പക്ഷേ there is a chance. ഇതൊരു കൊലപാതകമാവാം, ഹോമിസൈഡ്. സർ, പിന്നെ അവശേഷിക്കുന്ന എന്ത് തന്നെ ആയാലും അയാളുടെ ബന്ധുക്കൾക്ക് ബോഡി ഇന്ന് തന്നെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ബി വിത്ത് ദം ആൻഡ് കീപ് മീ ടോൾഡ്. സർ, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കളക്ടർക്ക് എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ ഐ സ്റ്റിൽ ഡോണ്ട് നോ. വെറുതെ ആവാം. ബട്ട് എവിടെയൊക്കെ വെച്ചില്ല ദുരൂഹതകൾ, ചില സംശയങ്ങൾ, സംതിങ് ഫിഷി. അവന്റെ ഒരു തെളിവെടുപ്പ്. റോട്ടൺ കിറ്റ്. ഇവൻ ആരാന്ന വിചാരം? സൂപ്പർ പോലീസോ അതോ CID യോ? ജോസഫ് ആളെടോ, അവനൊന്നും ഇവിടെ ഒരു പുല്ലും സംഭവിക്കാൻ പോണില്ല. നോ, നോട്ട് ദാറ്റ് സിമ്പിൾ ജയൻ. ആ തെണ്ടിയുടെ ബോഡി കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങേയറ്റം ആ ചീഞ്ഞതും കരിഞ്ഞതും എല്ലാം കൂടെ ഹരിച്ചു കുണിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തും. അസ്വാഭാവിക മരണം, അതായത് അവനെ ആരാണ്ട് തല്ലിക്കൊന്നിട്ടാണെന്ന്. പക്ഷെ അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ജ്യോത്സ്യന്മാരെ വിളിച്ചിരുത്തി കബഡി നിർത്തിക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ, ബട്ട് ഓരോ ക്രൈമിലും മിനിമം ഒരു ലൂപ്പ് ഹോളെങ്കിലും ഉണ്ടാവും. അതാണ് തിയറി. കൃത്യമായും അതിൽ തൊട്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായാൽ പിന്നെ ആദ്യം തെറിക്കുന്നത് എന്റെ തൊട്ട് തന്നെ ആയിരിക്കും. സോ വാട്ട്? തെറിക്കട്ടോ. തനിക്കറിയില്ല ശങ്കർ, ഖോർപ്പടെ, ഇവന്റെ ബോസ് വിക്രം ഖോർപ്പടെ ദുബായിൽ പുതിയ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. വാട്ട് ഡീൽ? ഇനി മുതൽ ഈ മലബാറിന്റെ ആകാശം വഴി ഏറ്റവും അധികം ചരക്കിറക്കുന്നത് നമ്മളായിരിക്കും. അഥവാ നമ്മൾ വഴിയല്ലാതെ നേരിട്ട് ആരെങ്കിലും ഇറക്കിയാൽ ഇനി മുതൽ നമുക്ക് കപ്പം തരാൻ ബാധ്യസ്ഥരായിരിക്കും പെർ എവരി ഡീൽ. ഇങ്ങോട്ട് ഗോൾഡ്, പകരം അങ്ങോട്ട് സാൻഡൽ ഓയിലും, പിന്നെ അവരാവശ്യപ്പെടുന്ന എന്തും. വേണ്ടി വന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യം തന്നെ നമ്മൾ കയറ്റി അയക്കൂടോ. അല്ലടാ കള്ള താൻ തോന്നി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ലഹളയുടെ മനോഹരമായ ബൈ പ്രോഡക്റ്റ്, ഉപോൽപ്പന്നം, അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി കോടികൾ കൊയ്യുന്ന ഇന്ദ്രജാലം. ഇപ്പൊ തന്നെ ലഹളയിൽ തകർന്ന മാർക്കറ്റ് സ്ട്രീറ്റിലെ പല ബിൽഡിങ്ങുകളും പണം മുടക്കി റിനോവേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ, ഞാനും താനും വിക്രം ഖോർപ്പടയും അടങ്ങുന്ന 3 men syndicate. എന്താ ബോധിച്ചോ? പിന്നെ ദാ ഇവന്റെ കമാൻഡിൽ ഈ കേരളത്തിൽ എവിടെയും എന്തും നടപ്പാക്കാൻ ചങ്കുറപ്പുള്ള ഒരു കൊച്ചു സൈന്യം കൂടെ ആവുമ്പോ പിന്നെ തനിക്ക് എന്തിനാടോ തൊപ്പി? ഈ തൊപ്പിയുടെ സ്ഥാനത്ത് തനിക്ക് ഞാനൊരു കിരീടം വെച്ചു തരും. ഒരു സാമന്ത രാജാവിന്റെ കിരീടം. ആരായാലും വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ നിമ്മി? But he says it's urgent. ഒരു ഡോക്ടർ വിജയ്, ഫോറൻസിക് സർജൻ അത്ര. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഓർമ്മയുണ്ട്. ഈസ് ഇറ്റ്? യെസ്, വി വിൽ മീറ്റ്. ഞാൻ ആളെ അയക്കാം. ബി ദേർ. ഗുഡ്. ആ മധുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്. ഓഹോ, എനിക്കറിയാം ഇയാളെ. ഒരവട്ട അഡിക്റ്റ്. മുമ്പൊരിക്കൽ മെഡിക്കൽ കോളേജ് സ്റ്റോറിൽ നിന്ന് പെത്തഡിൻ മോഷണം പോയൊരു കേസുണ്ട്. ഞാനാ ഊരി കൊടുത്തത്. ഈസ് ദ ഗൈ, ഡോക്ടർ വിജയ്.
പോസ്റ്റ്മോർട്ടം റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് എന്നോടൊന്ന് സീരിയസ് ആയിട്ട് പറയാനുണ്ടത്രേ. അനന്ത, നീ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരണം. KL-5181 വൈറ്റ് ഫിയറ്റ് ബീച്ച് റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കും. ഹി സൗണ്ട്സ് എക്സൈറ്റഡ്. അനന്ത, ഇവിടെ വേണ്ട, അറിയാമല്ലോ. ടോണിയും കൂടെ കൂട്ടിക്കും. It was very obscure, and he made me very curious. He came to the lab also. എന്താ അയാളുടെ പേര്? That fool. പ്രസാദ്. Yes, പ്രസാദ്. ഇൻക്വസ്റ്റിൽ അൺയൂഷ്വൽ ആയി എന്തെങ്കിലും കണ്ടാൽ അയാളെ അറിയിക്കണം. അയാളെ മാത്രം. And who the hell is he? He sounded very vague. ആ ബഗർ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ആ ബോഡി വീണ്ടും വീണ്ടും പരിശോധിച്ചത്. എന്നിട്ട് കണ്ടതെന്താണെന്ന് പറഞ്ഞില്ല. Yes, I am coming to it. It is a clear case of murder. You mean it? Yes, അഫൽ ഒന്നാം തരം കൊലപാതകം. വെരി ഒത്തന്റിക്. മുഖത്തൊരിടി, പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ഒരു ഊക്കൻ പഞ്ച്, പിന്നെ പിന്നിൽ നിന്ന് മെഡ്യുലാംഗിൽ ഒരു നീറ്റ് മാസിവ് ചോപ്പ്. ദാറ്റ് ഫിനിഷ്ഡ് ഹിം. നിങ്ങൾ വിചാരിച്ച പോലെ അയാൾ റയറ്റിൽ ബോംബ് പൊട്ടി മരിച്ചൊന്നുമല്ല. ദിസ് ഇസ് മാൻസ്ലോട്ടർ, മാൻ, മാൻസ്ലോട്ടർ. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഹി ഡിഡ് ഇറ്റ്. ഐ റിയലി ഡോണ്ട് നോ. ബട്ട് അയാൾ എന്തിനാ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞത്? ആ ACP. That puzzles me. നാളെ ഇത് പത്രങ്ങൾ കിട്ടിയാൽ, ഓ ഗോഡ്, there's going to be a fire. Volcano. പത്രങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലോ? Yes, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. This place is very nosy. A nightmarish atmosphere. And who are all these crooks? Yes, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ഇതൊന്നും പുറത്ത് ആരും അറിയുന്നില്ലെങ്കിലോ? അല്ല, ലുക്ക് മിസ്റ്റർ വിജയ്, നമുക്കിത് ആരും അറിയാതെ ഹഷപ്പിയിലൂടെ No, we can't do that. യു മീൻ ഞങ്ങൾ എന്ത് പ്രതിഫലം തരാമെന്ന് പറഞ്ഞാലും? എനിക്ക് പേടിയാ. I'm scared. I'm really scared. Please, you must believe me. I don't know. പഴയ ബ്രാൻഡ് തന്നെയാണ്. എത്തടി, പിന്നെ ബ്രൗൺ ഷുഗറും. No, I have quit all this. Please don't. പാവം, താൻ പാവം ഭീരു. പക്ഷേ തന്നെ പോലൊരു പാവം ഭീരുവിന് ഒരു കാലത്ത് ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല. സോ മറ്റൊരു വഴിയില്ലാതെ പോയി. സോറി. Come on, let's go for a ride. നാളെ
കുമാർ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യും. അതും പിന്നെ ദാ ഈ പോണതും എല്ലാം ഭദ്രമായിരിക്കും അയാളുടെ കയ്യിൽ. എ ക്ലീൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് അയാൾ മാനേജ് ചെയ്തോളൂ. നോ ഡൗട്ട്സ്, നത്തിങ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. Easy, man. Easy. Now, be seated and take charge. Okay? You want this? No. Naughty boy. Now be a good boy and drive carefully. Understand? Carefully. മയക്കുമരുന്ന് ലഹരിയിൽ കാർ ഓടിച്ച് ഡോക്ടർ സ്വയം മരണം വരിച്ചു. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് മതാന്ധനായി കാർ ഓടിച്ച് നഗരത്തെ കിടുകിടെ വിറപ്പിച്ച ഡോക്ടർ വിജയകുമാർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. ഒപ്പം ബ്രൗൺ ഷുഗറുമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. മുൻപൊരിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റോറിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള പെത്തഡിൻ മരുന്ന് മോഷ്ടിക്കപ്പെട്ട കേസിൽ സംശയിക്കപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട് മോർണിംഗ് ബെഡ് അല്ലേ? തങ്കച്ചൻ സാറിനെ ഒന്ന് തരുമോ പ്ലീസ്? അതെ, തങ്കച്ചൻ സ്പീക്കിംഗ്. ആരാണ്? അല്ല സാർ, ഇന്നത്തെ പത്രത്തിലെ ഡോക്ടറുടെ മരണത്തെ കുറിച്ച് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അതിലെന്താണ് പ്രശ്നം? എടാ, ഒരുത്തൻ ചത്താൽ പോലും അല്പം മര്യാദയുള്ള ഭാഷയിൽ എഴുതി കൂടാ നിനക്ക്? എടാ പനപ്പൊൽ. ഏയ്, നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? എടാ പുല്ല, ഇത് ഞാനാ, നിന്റെ അപ്പൻ കണ്ടക്കുഴി പത്രോസ്, നിന്റെ ഫൗണ്ടർ എഡിറ്റർ. ഹലോ, ഇത് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. പ്ലീസ് മനസ്സിലാക്കി തരാമടാ. ഡിസ്ട്രിക്ട് കളക്ടർ തേവളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. അയ്യോ, ഡിസ്ട്രിക്ട് കളക്ടറാണോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു. വച്ചിട്ട് പോടാം പരമനാളി. അല്ല സാർ, അയാൾ ഇനി ഇത് വെച്ചു വല്ല? നോ, വിളിച്ചത് കളക്ടറാണെന്ന് അവൻ ജന്മത്ത് വിശ്വസിക്കാൻ പോണില്ല. നീ അഥവാ വിശ്വസിച്ചാൽ തന്നെ ദാറ്റ് ഇസ് ഹിസ് പ്രോബ്ലം, നോട്ട് മൈൻ. കൂടിപ്പോയാൽ അവൻ കളക്ടറുടെ പേരും പറഞ്ഞ് പത്രാധിപർക്ക് അജ്ഞാതന്റെ ടെലിഫോൺ ഭീഷണി എന്ന് നാളത്തെ മോർണിംഗ് ബേഡിൽ ഒരു 6 ഗുണം തലക്കെട്ട് കൊടുക്കും, അത്ര തന്നെ. മിസ് മുഖർജി, ഇതും ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി. കളക്ടർ അല്ല, ചീഫ് സെക്രട്ടറി ആയാലും ശരി, ചില സിറ്റുവേഷനിൽ എടുത്ത് വീശാൻ ഇതുപോലെ 4 തൊട്ടിവാചകം പഠിച്ചു വെക്കുന്നത് നല്ലതാ. എങ്കിലേ ജീവിക്കാൻ പറ്റൂ ഈ പുലമാരുടെ ഇടയിൽ. പിന്നെന്തായി നമ്മുടെ ടെലിഫോൺ ബൂത്ത് അന്വേഷണം? ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ഗസ്റ്റ് റൂമിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കം ഓൺ മാൻ, വാട്ട് ഇസ് ദ ട്വിസ്റ്റ്? സാർ, ഇത് ബഷീർ. ഡേവിഡ്സ് റോഡിൽ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. ഇയാൾക്ക് ഒരു പരാതി ബോധിപ്പിക്കാനാണ് എന്നെ വന്ന് കണ്ടത്. യു ആർ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഇല്ല സർ, May 4th, അതായത് ലഹള നടന്ന ദിവസം, പെങ്ങളുടെ വളയിടിയിൽ പ്രമാണിച്ച് ഇയാൾ അന്ന് ബൂത്ത് തുറന്നിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ആരോ ബലം പ്രയോഗിച്ച് ഇയാളെ ബൂത്ത് തുറന്ന് ഫോൺ ചെയ്തു. പിറ്റേന്ന് തന്നെ ലോക്കൽ സ്റ്റേഷന് കംപ്ലൈന്റുമായിട്ട് ഇയാൾ ചെന്നതാ. ബട്ട് ഇയാളുടെ കഷ്ടകാലത്തിന് എന്തോ ഇൻസ്പെക്ഷൻ പ്രമാണിച്ച് DYSP ചാക്കോ വാസ് ദെയർ. പറയണം. ഇടത്തോട്ട് മുണ്ടെടുത്തിരിക്കുന്ന കണ്ടിട്ട് ജകളക്കാരനല്ലേടാന്നും പറഞ്ഞ് തുടക്കത്തിൽ തന്നെ 1-2 അടി അടിച്ചു സാർ. പിന്നെ കണ്ടാൽ അറിയാവുന്നവരുടെ ലിസ്റ്റ് പെടുത്താതിരിക്കാൻ സ്പോട്ടിൽ തന്നെ ഒരു 500 രൂപ കൈമടക്ക്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും കോൺസ്റ്റബിളന്മാരെയൊക്കെ ബൂത്തി പറഞ്ഞയച്ച് ആവശ്യം പോലെ 50-100 ഒക്കെ നിത്യപ്പിരിവ്. അതും പോരാഞ്ഞിട്ട് Now you come to it, man. Sir. No, just a minute. ബഷീർ പോയിക്കോളൂ. ഇനി ആരും ഉപദ്രവിക്കില്ല, ഞാൻ പറഞ്ഞോളാം. ഓ യെസ് സർ,
ബൂത്ത് പൊളിച്ച് അകത്ത് കയറി ഫോൺ ചെയ്തത് മധുവാണ്, ഞാൻ ഊഹിച്ചു. ദാ കൃത്യം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് മധുവിന്റെ വീട്ടിലെ നമ്പർ. പിന്നെ ദാ ഇതാണ് സർ നമ്പർ. ഈസ് ഇൻ ദാറ്റ് ഫെമിലിയർ? യെസ്, ദാറ്റ് മീൻസ് മരിക്കുന്നതിന് കുറച്ചു മുൻപ് അല്ലെങ്കിൽ ലഹള തുടങ്ങുന്നതിന് മുമ്പ് മധു കമ്മീഷണർ ശങ്കറുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരുപക്ഷെ നേരിട്ട് സംസാരിച്ചിരുന്നു.